ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ വ്ളോഗാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത്. സംഭവം നമുക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേറെ വീഡിയോസ് അങ്ങനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യായിരുന്നു ചെയ്തത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തുടക്കം വെച്ച ഒരു വ്ളോഗ് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ കാണാൻ പോണ വീഡിയോ ആണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഇരുന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. ഹായ് ഗൈസ്, നമ്മളിന്ന് പിള്ളേരെല്ലാവരും കൂടെ ശ്രീകൃഷ്ണപുരം പോകാൻ പോകുന്നത്. കുളത്തിൽ കുളിക്കാനാണ് പോകുന്നത് ഗൈസ്. ഞാനുണ്ട്, കുണ്ടംപിള്ളി ഉണ്ട്, അനീഷ് കുമാർ ഉണ്ട്, ഷാഹിദ് ദാമോദരൻ ഉണ്ട്, ചെമ്പൻ കുതുഹാമ്പറമ്പിലും ഉണ്ട്. സംഭവം നമ്മള് ഈ ഇതായപ്പോ പണിമുടക്കായപ്പോ നമ്മള് ശരിക്കും എവിടേലും പോവാന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ അതിലിപ്പോ ഇക്കച്ചി ചതിച്ചു. ഞങ്ങൾക്ക് ആൾക്ക് തൂറ്റലാണ്, അതുകൊണ്ട് ആള് വന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും പൈസ ഇല്ല ആരാന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ വ്ളോഗുകൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് തൂറ്റലാണ്. നമ്മൾ ആരാന്ന് പറയണം ആദ്യം. നമ്മള് ആലത്തൂരിലെ പാലക്കാട് ജില്ലയിലെ പാലക്കാട്ടുകാരാണ് എല്ലാവരും. സീനിയേഴ്സ് 49 എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ അതിലിപ്പോ ഇക്കച്ചിയും അതില് നേർച്ചയ്ക്ക് വണ്ടി ഓടിക്കാൻ അപ്പോ നമ്മളിപ്പോ ആ നൃത്തം ഒരു രൂപമില്ലാത്തൊരു നൃത്തമാണ്. അത് എടുക്കുക, നമ്മളൊരു കുളം ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. ഫൈറൂസ് ആണ് പറഞ്ഞത്. അവനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് നീലക്കുളത്തിലേക്ക് പോവാ. റാഫിയാണ് ഈ കുളത്തിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഗ്യാങ്ങിലെ പൈസക്കാരൻ സുൽഫി. ഒരു 5 മാസം കഴിഞ്ഞാൽ വാപ്പയാവുന്നതാണ്. അപ്പൊ എല്ലാവരും സുൽഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ബാക്കി നമുക്ക് വേറെ കാര്യമുണ്ട്. നമുക്ക് ഈ റൈഡിൽ കുറച്ച് കുത്തിക്കഴപ്പ് കണ്ടെങ്കിൽ അവനെ അപ്പൊ നമ്മൾ ചായ കുടിച്ച് ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 10-20 കിലോമീറ്റർ പോകാനുണ്ട്. ആ 20 കിലോമീറ്റർ പോയിട്ട് നമ്മൾ കുളത്തിൽ ചാടുന്ന വീഡിയോ കാണാം. വഴി തെറ്റി. വേറെ എവിടെയാണ് ഇവൻ എത്തിച്ചില്ല. ഇതിന്റെ ബാക്കിലാണ്. ചേച്ചിന്റെ അടുത്ത് ചേച്ചി കോള എവിടെയുള്ള അപ്പുറത്താ? ഏതാ വഴി? 5 മണിയാവും. 5 മണിക്ക് തുറക്കുള്ളൂ. മീൻ പിടിച്ചാലോ? മീൻ കളിക്കും. മറ്റേതായിക്കോടാ തവള. മീനാണ്, പിടിക്കും, കൈ പിടിക്കും. മനുഷ്യല്ലോ പിടി. അളിയാ അത് പറ്റില്ല കേട്ടോ. നമ്മുടെ വ്ളോഗിൽ തെറി പറ്റില്ല. അങ്ങനെ പിടിക്കട്ടാ. മീൻ പിടിക്കാൻ അല്ല, അത് മീൻ വന്ന് ട്രിക്കാണ്. കിട്ടും തുപ്പ്. ഇത് കീയാവും വീഡിയോ മൊത്തം. കീ വീഡിയോ ആവും ഇത് ഫുള്ള്. ഇതാണ് നമുക്ക് പോകാനുള്ള വഴി കൂടെയാണ് പോകേണ്ടത്. ഇവിടെ സുൽപ്പിക്ക് മൂടായി. അതായത് മംഗലാംകുന്ന് കർണന്റെ മോഹൻലാലിന്റെ വീട് ഇവിടെ ഉണ്ട്. അവനിക്ക് അവിടെ പോകണം എന്നാണ് പറയുന്നത്. ഒരു വീഴ്ച കിട്ടോ സുലേ? ഞാൻ എടുക്കാം വീഡിയോ. ഇവനിക്ക് ഹെൽമെറ്റ് പിടിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കടാ. പാപ്പാന്റെ ഉണ്ട് സാധനം. ആരെങ്കിലും ഉണ്ട് 360 തിരിക്കാതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയട്ടെ തിരിക്കി.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് മൂഞ്ചി അല്ലേ? ഓക്കെ, ഇപ്രാവശ്യം മൂഞ്ചാണ്ടിരിക്കാൻ എല്ലാവരും നമ്മൾക്ക് ഒരു അല്ല നമ്മുടെ ഗ്യാങ്ങിന് ഫാത്തി അറിയില്ല എന്നുള്ളൊരു അല്ല അളിയൻ തന്നെ ഓതും പഠിച്ചു നമ്മൾ എന്തുകൊണ്ടാണ് ഫാത്തി ഓതുന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയത് നീല വെള്ളമാണെന്ന് പറഞ്ഞിട്ട് മൊത്തം ഇവനാണ് കൊണ്ടുപോയത്. ഫയറോസ് കൊണ്ടുപോകണം, റാഫി കൊണ്ടുപോകണ സ്ഥലം, റാഫി കൊണ്ടുപോകണ ബ്ലോഗ് മറ്റേ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് തുടങ്ങാം. ഒരുത്തൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല അവിടുന്ന്. ഫാത്തി നമ്മുടെ ഫൈറോസ് സുൽപ്പി നീ തന്നെ ഓതണം. ആ കോൺഫിഡൻസ് അങ്ങ് കാണിക്കണം. പൊതുസ്ഥലത്തിൽ മൂത്രമൊഴിക്കുന്ന ചെമ്പൻ. പകുതി നിർത്താൻ പറ്റില്ലല്ലയാ, അത് പോയിക്കൊണ്ട് ശാന്തന തിരിച്ചു കയറി പോലും പോകുന്നത്. സംഭവം നമ്മള് വ്ളോഗിന് ഇറങ്ങി എന്തിനറിയോ, നമുക്ക് എല്ലാവർക്കും പണിയുണ്ട്. പക്ഷെ ഇന്ന് പണി മുടക്കായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. നമുക്ക് സംഭവം എന്താന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുക, ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇറക്കുക, പണിയെടുക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അതിനാണ് നമ്മൾ ഈ വ്ളോഗ് തുടങ്ങിയത്. എന്ത് ഷാഹിദേ? അല്ലേ? തീർച്ചയായും. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി നമ്മളെ വിജയിപ്പിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ അറിയിക്കും. ഇനി നമുക്ക് കുളം എന്താണെന്ന് കാണാം. ഇതാണ് റാഫി കൊണ്ടുവന്ന കുളം. പുഴ കണ്ട് അന്തം നിൽക്കുന്ന ഫൈറോസ്. മീൻ പിടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് മീൻ പിടിച്ചിട്ട് വന്നു. മീൻ പിടിച്ചിട്ടുണ്ട്. തവളപ്പൊട്ടനാളിയാ, തവളപ്പൊട്ടനല്ല, കള്ളംപൊട്ടൻ. തവള മീൻ ഇല്ലാന്നാ? എന്താ എനിക്ക് മീൻ അറിയില്ല. നീ എന്താ അറിയില്ല? എനിക്ക് നേരെ പിടിക്ക്, ഇങ്ങനെ പിടിക്ക്. നീന്താൻ അറിയില്ല? പാട ഇറങ്ങണം, നീന്തി പഠിപ്പിക്കാം. അടുത്തത് നമ്മുടെ റാഫി മക്കാസ്കി. പ്രത്യേക അറിയിപ്പ്: ക്ഷേത്രക്കുളത്തിൽ വള്ളി ചണ്ടി പടർന്ന് അപകട സാധ്യതയുള്ളതിനാൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു. ഇറങ്ങുമ്പോഴല്ല, ഇറങ്ങുന്നവർ. അപ്പൊ സംഭവം എന്താ അറിയോ, ഈ കുളത്തിൽ വരുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ചണ്ടിയാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് അടിപൊളിയാവും. പക്ഷെ ക്ഷേത്രക്കുളമാണ്, അവർ ക്ലീൻ ചെയ്യും. ഇവിടെ അവർക്ക് നാട്ടുകാർക്ക് കൂടെ ശല്യമാണ് ആൾക്കാർ കുളിക്കാൻ വരുന്നത്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കാൻ, ആൾക്കാരെ ശല്യപ്പെടുത്താണ്ട് കുളിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോവാ. സംഭവമാണ്. അപ്പൊ നമ്മുടെ പിള്ളേർ ഇറങ്ങിയിട്ടില്ല. ഇവനാണ് കൂട്ടത്തില് മെയിൻ കച്ചറ, മനസ്സിലായോ? ഇവൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ മൊത്തം കച്ചറയാകും. നമുക്ക് പേടിയാണ്. കണ്ടാ ചെയ്യുന്നതൊക്കെ ഓരോ തെണ്ടിത്തരങ്ങളാണ്. പിന്നെ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരോട് കുളിക്കാൻ വന്നിട്ടുണ്ട്. പെണ്ണി നോക്ക്, 1 2 3 4 5 6 7 വരുന്നത് 8 9 10 11 ഒരു 10-50 പേര് ഇവിടെ ഉണ്ടാവും. കണ്ടാ നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുകയാണ്. നമ്മുടെ പിള്ളേരിനൊരു 10 ഉണ്ട്. ഇല്ല അറിയാ? അനീഷ് നീന്താ അറിയില്ല, അവിടെ അനീഷ് ഇറങ്ങുന്നില്ല പറഞ്ഞു. എന്താണ് ഷായ് നീന്താ അറിയോ? അറിയില്ല, ഇറങ്ങുന്നുണ്ടോ? സംഭവം അജിക്കുട്ടി അത് ചാടിയല്ലേ? അജിക്കുട്ടി ചാടിയല്ലേ? കട്ട് ചെയ്യുന്നില്ല, നേരെ ചാടിക്കും. നീ ഇറങ്ങുന്നില്ലേ? നീന്താ അറിയില്ല നിനക്ക്? അജിക്കുട്ടി ഓടിക്കോ. അജിക്കുട്ടി അജിക്കുട്ടി അജിക്കുട്ടിന്റെ ടൈം. സുലുകളെല്ലാം ചാടുന്നുണ്ടോ? ഞാനും സുലു ഒരേ കാറ്റഗറിയാണ്. നമ്മൾ ചാടൂല. പക്ഷെ എനിക്ക് ചാടാൻ അറിയാൻ കഴിയും. ചാടാത്താണ്. ഞാൻ ക്യാമറ ഷായതിന് കൈമാറിയാണ്. പുറത്തേക്ക് ചാടാൻ നിൽക്കുന്ന ഗോൾഡ്. പറയും നമ്മളൊരു 10-100 വീഡിയോ എടുത്തിട്ടുണ്ടോ? പക്ഷെ ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യും. അളിയാൻ അങ്ങോട്ട് ഈ ചെരുപ്പ്
അങ്ങനെ ഇടും. എടുത്തിട്ട് വരുന്നവനിക്ക് 10 രൂപ ഞാൻ തരും. 10 രൂപ എടുക്കാൻ പോവോ? സുൽപ്പി പോവോ? എന്നാ 20 രൂപ. എന്നാ ലേലം വിളി. ലേലം വിളി. നല്ല രണ്ട് ഫോട്ടോ എടുക്കണം. പശുമതി പശുമതി. ഇതാണ് മംഗലാംകുന്ന്. നമ്മൾ മംഗലാംകുന്ന് തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ മംഗലാംകുന്ന് കർണൻ പ്രശസ്തമായ ആനയാണ്. ആ ആനന്റെ പ്രതിമനെ കാണാൻ ഞങ്ങൾ ആലത്തൂരിൽ നിന്നും മംഗലാംകുന്നിലേക്ക് വന്നു. ഇവനൊരു ആനപ്രാന്തനാണ്. ഇവനൊരു നമ്മുടെ ഗാംഗിലെ ഒരു മെയിൻ ആനപ്രാന്തനാണ്. ഇനി നമുക്ക് ആനപ്രേമി ശില്പി ആണ് മക്കളെ കാരണം. ഇത് ഭയങ്കര സംഭവമുള്ള ആനയാണെന്നാ പറയുന്നത്. നമുക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ആളിനെ അങ്ങനെ പറയും. ഇവൻ പാപ്പാൻ ലുക്ക് ഉണ്ടെങ്കിൽ ആള് നല്ല മനുഷ്യനാണ്. അല്ലെ അതല്ല ഞാൻ പറയണക്ക് ഇത് കർണനാണ്. അല്ലേ സുലി ആരത്? മംഗലാംകുന്ന് കർണൻ. ഇതാണ് മംഗലാംകുന്ന് തറവാട്. ഇതിലല്ലേ മംഗലാംകുന്ന് തറവാട്? ഇവർക്ക് ഇപ്പോഴും ആനയുണ്ടോ? പിന്നെ മംഗലാംകുന്ന് അയ്യപ്പൻ 25 ആനയാ? ഇവർക്ക് 25 ആനയുണ്ടെന്നാ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. അവൻ പറയുന്നു അങ്ങനെയാണ്. ഈ ആന്റെ പ്രത്യേകത എന്താ? ഈ സാധനം ഇതാണ്. ഇത് നിക്കണ്ട ഏറ്റവും തലപ്പൊക്കം. ഇത് അളവില്ല. ഈ ആന അളവില്ല പറഞ്ഞ വലിപ്പില്ല. മൊത്തത്തില് വലിപ്പം പറയുമ്പോ തല മൊത്തത്തില് വലിപ്പം ഉണ്ടാവും. മനസ്സിലാ? ഇത് മൊത്തത്തില് തലയുണ്ടാവും, മൊത്തത്തില് വലിപ്പം ഉണ്ടാവും. എല്ലാ ആനകളും ഇവൻ എന്തൊക്കെയാ പറയും? ഈ സാധനം കുട്ടിയാനാണ്. അതിനനുസരിച്ചില്ല. പക്ഷെ അതിന്റെ മുകളില് അതിന്റെ തല നിൽക്കും. തലപ്പൊക്കം മനസ്സിലാ? തലയെടുപ്പുള്ള ആന. തലയെടുപ്പുള്ള ആന. അതാണ് ഇതിന്റെ ഇൻഫർമേഷൻ ഷേപ്പ് കണ്ടോ? ഇതിൽ നിൽക്കണ്ട. ഇതിന്റെ മുതുക എവിടെയാ നോക്കി? തല എവിടെ നിൽക്കുന്നു? തല മാത്രം പൊന്തി നിൽക്കണ്ടല്ലേ? ഇതിന് എത്ര പ്രായം ഉണ്ടായിരുന്നു? 50 സംതിങ്. ബീഹാർ ആനയാണ്. ബീഹാറിലാനെ? ബീഹാറിൽ നിന്നുള്ള ഇപ്പൊ 5 കൊല്ലം 6 കൊല്ലം ഇപ്പോഴും ആൾക്കാർ ഈ സാധനത്തിന് ഓർമ്മ വെച്ചിട്ട് എത്ര ഫ്ലക്സുകൾ ഇപ്പോഴും കാണും പോയി കഴിഞ്ഞാൽ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. അതിലെ കർണനാണ് അറിയാം. ഇത് പോകാത്തൊരു പോലും. അടുത്ത നമ്മള് മംഗലാംകുന്ന് ആനത്തറവാട്. ആനന്റെ നിർത്തുന്ന സ്ഥലത്തേക്ക്. എത്ര ആനയുണ്ട് അവിടെ? ഏകദേശം ഉണ്ടാവും. ഒരു 5-6 ആന ഇപ്പൊ നിലവിൽ അവിടെ ഉണ്ടാവും അല്ലേ? കർണ ഓക്കെ ബൈ. പിന്നെ കാണാം. പറ്റാം. കുട്ടിയുടെ അല്ല തുറക്കടാ. അപ്പൊ നമ്മള് മംഗലാംകുന്ന് തറവാട് കണ്ടു. അവരുടെ മംഗലാംകുന്ന് ഷെട്ടിക്ക് ആനനെ കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് അവിടെ ആനയുണ്ട്. നമുക്ക് അവിടെ തുറന്നു തരുമെന്നുള്ളത് അറിയില്ല. ഇതാണ് ആനത്തറവാട്. അതാ ആനയാണ്. ഇതിനൊക്കെ പേര് അറിയണ നേരെ അവര് തൂക്കിയിട്ടുള്ള ഇവരെന്താ എല്ലാം ഇങ്ങനെ നോക്കുന്നു. വേറൊരു സ്ഥലം കൂടി ഉണ്ട്. ചെറിയൊരു ചാൻസ് ഉണ്ട്. ഒരു വീഴ്ച കൂടി ഉണ്ട്. കൂട്ടത്തിൽ പിത്തനെയായിരുന്നു. ഇവനെ ഏറ്റവും കൂടുതൽ മോട്ടർ ആക്കണ അവനാണ്. ആരാണ് ഇവൻ? ശരി, അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കല്ലേ? ടിക്കറ്റ് എടുക്കാൻ തയ്യാറല്ലേ? ഇപ്പൊ നമ്മള് ചോറുണ്ടാക്കാൻ പോണു. ദുബായ് ലോട്ടറി എടുക്കാൻ സെറ്റ് അല്ലേ? അതന്നെ ഞാൻ നമ്മള് സെറ്റ്. നീ ഓൾറെഡി സെറ്റ്. നീ ദുബായ് ലോട്ടറി എടുക്കാൻ സെറ്റ് അല്ലേ?
അളിയില്ല 2.5 കോടി കിട്ടുമല്ലേ? 4.5 കോടിയാണ് നീ മിസ്സാക്കണത്. അളി സെറ്റാണ്. അളി സെറ്റല്ലേ? എനിക്ക് നൊന്തുട്ടാ എന്ത് നൊന്തുട്ടാ എന്ത് ചെയ്ത അവനിപ്പനെ തീർക്കണം, രണ്ടുപേരും തീർക്കണം. ആര് എനിക്ക് പൊള്ളി എന്താ ചെയ്യണ്ടെന്ന് പറയാം. അവന്മാർക്കുള്ള പണി കൊടുക്കണം, എന്താണെന്ന് അറിയില്ല. നീ എന്തിനു കരയണ്? ഞാൻ കരഞ്ഞു നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് നിന്നെ പറഞ്ഞ പണ്ടാരി പണ്ടാരിന്റെ ശിഷ്യൻ ഇത് പാഴ് ശിഷ്യൻ ഉണ്ടോ? മെയിൻ പണ്ടാരിയാണ്. ഇത് ചിക്കൻ കറിയിൽ സ്പെഷ്യലിസ്റ്റ്. ചിക്കൻ ഞാനാ കഴുകി, ചിക്കൻ ഇവനാ കഴുകി. ഇവനൊപ്പം കഴുകി. ഞാനും നമ്മ ഓളിഞ്ഞോളാണ്. അളയന് മന്തി തിന്നതിനും ഇനി അടുത്തതിനുള്ള ഗൈസ് തൂറ്റിലേക്ക് കിടക്കുന്ന ആസ്കാരം നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ് കാണാൻ പറ്റും? ഗൈസ് ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഗൈസ്. ഗൈസ് ഗൈസ് ഇത് കണ്ടന്റ് ഒന്നും അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് പരമ സത്യമാണ്. ആസ്ക കിടക്കുന്നത് നോക്കൂ, ആശുപത്രിയിലാണ് ഗൈസ്.